ഹലോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്കൊരു നൈറ്റ് ഓഫ് കിട്ടുമ്പോഴേ എന്താ പറയുക, പുറത്തെങ്ങാനും പോകാനോ വരാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ടോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ കരുതി വേളിയിലോട്ട് പോകാം, അതാകുമ്പോൾ പാർക്കും ഉണ്ട്, ബീച്ചും ഉണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് മോക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതി. അങ്ങനെ അവിടെ ചെന്ന ഉടനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലോട്ടാണ് കേട്ടോ പോയത്. കാരണം എന്താ പറയുക, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിലാണെങ്കിലും ഈ സ്കൂൾ കുട്ടികളൊക്കെ നമ്മുടെ ഇതുപോലെ എന്താ പറയുക ടൂറ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലോട്ടൊക്കെയാണ് പോയത്. ബീച്ചിൽ ചെന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. എന്ന് പറയുമ്പോൾ പട്ടമൊക്കെ പറത്തി കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ മോൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ പട്ടം പറത്തുന്ന പരിപാടി കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊക്കെ കണ്ടു, പിന്നെ ബീച്ചിലിറങ്ങി, പിന്നെ അവിടെ നിന്ന് നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് പാർക്കിലോട്ട് വന്നത്. പാർക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, കുഞ്ഞുങ്ങളെയൊന്നും പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ. നിങ്ങൾ ഞാൻ റെയിൽവേ ട്രാക്കിൽ കൂടിയാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ റെയിൽവേ ട്രാക്ക് തന്നെയാണ്, പക്ഷേ ഇത് നമ്മുടെ വേളിയിലുള്ള ടോയ് ട്രെയിനിൻ്റെ പാർക്കാണ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അത്. ഇപ്പോൾ എന്താ പറയുക, ടോയ് ട്രെയിൻ വർക്കിംഗ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് എന്തായാലും അത് ഓണൊന്നും ആക്കിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഒരുപാട് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്താണ് നമ്മുടെ വെട്ടാട് പള്ളി. അപ്പോൾ അങ്ങോട്ടും കൂടെ ഒന്ന് പോകാമെന്നായിരുന്നു. ഞങ്ങളങ്ങനെ എന്താ പറയുക, എല്ലാ മതത്തിലും വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കരുതി ഒരു മെഴുകുതിരിയൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച് കുറേ നേരം സമാധാനമായിട്ട് നിന്നിട്ടാണ് വീട്ടിലോട്ട് വന്നത്.